നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിക്കാൻ സൈന്യങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തിരിച്ചടിയുടെ രീതിയും സമയവും ലക്ഷ്യവും തീരുമാനിക്കാനാണ് സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദില്ലിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ സേനാ മേധാവിമാർ അടക്കം പങ്കെടുത്ത ഉന്നതതല യോഗത്തിനു ശേഷമാണ് പ്രതികരണ യോഗത്തിൽ പ്രതിരോധ മന്ത്രിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും പങ്കെടുത്തു. ജമ്മുവിലെ അഖ്നൂരിൽ ഇന്ത്യൻ പോസ്റ്റ് ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ സൈന്യത്തിന്റെ വെടിവെപ്പ്. പഗ്വാൾ രാജ്യാന്തര അതിർത്തിയിലാണ് പ്രകോപനം. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി ഇന്ത്യൻ സൈന്യം തിരച്ചിൽ ശക്തമാക്കിയതിനു പിന്നാലെയാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രകോപനം. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഉടലെടുത്ത സംഘർഷ സാധ്യതയിൽ ആശങ്കയറിയിച്ച് ഐക്യരാഷ്ട്രസഭ. ഇന്ത്യയുമായും പാകിസ്ഥാനുമായും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് സംസാരിച്ചു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവരെ നേരിട്ട് വിളിച്ചാണ് UN സെക്രട്ടറി ജനറൽ ചർച്ച നടത്തിയത്. സംഘർഷം ഒഴിവാക്കണമെന്നും ഏതു തരത്തിലുള്ള മധ്യസ്ഥത വഹിക്കാനും UN ഒരുക്കമാണെന്നും സെക്രട്ടറി ജനറൽ അറിയിച്ചു. എന്നാൽ UN ആവശ്യത്തോട് ഇരു രാജ്യങ്ങളും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിലെ 87 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ 48 എണ്ണവും താൽക്കാലികമായി അടക്കുന്നു. ആനന്ദ്നാഗിലെ സൂര്യക്ഷേത്രം ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളും അടച്ചിടുന്ന കേന്ദ്രങ്ങളിൽ ഉൾപ്പെടും. ഭീകരർക്കായുള്ള തിരച്ചിലും അതിനോടനുബന്ധിച്ചുള്ള വെടിവെപ്പും മറ്റും പല സ്ഥലങ്ങളിലും നടക്കുന്നതിനാൽ വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് കാശ്മീർ സർക്കാരിന്റെ ലക്ഷ്യം. വിനോദസഞ്ചാരികളുടെ സാന്നിധ്യം ഭീകരർ മറയാക്കുന്നുവെന്ന സംശയവും ശക്തമാണ്. അതേസമയം കാശ്മീരിന് പുറത്തുനിന്ന് എത്തുന്നവരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ കാശ്മീർ പോലീസിനും രഹസ്യാന്വേഷണ ഏജൻസികൾക്കും നിർദ്ദേശം ലഭിച്ചു. സംസ്ഥാനത്തും പുറത്തുനിന്നുള്ളവർക്ക് നേരെ ആക്രമണ സാധ്യത എന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. കശ്മീർ സൈന്യത്തിനും ഭീകരർക്കും ഇടയിൽ ഏറ്റുമുട്ടൽ. എവിടെയാണ് ഏറ്റുമുട്ടൽ നടക്കുന്നതെന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടില്ല. അതോടൊപ്പം പഹൽഗാം ഭീകരാക്രമണത്തിൽ NIA അന്വേഷണം തുടരുകയാണ്. ആക്രമണ സമയത്ത് മരത്തിന് മുകളിൽ കയറി ഒളിച്ച പ്രാദേശികവാസിയുടെ മൊഴി NIAക്ക് ലഭിച്ചു. ഭീകരർ തിരിച്ചു പോകുന്നതടക്കം കണ്ട ഇയാൾ പോലീസിന് വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. NIAയും ഇയാളെ ബൈസവൺ വാലിയിൽ എത്തിച്ച് തെളിവെടുത്തു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണം ഓരോ ഇന്ത്യക്കാരനെയും പ്രകോപിപ്പിച്ചിരിക്കുന്നുവെന്നും ഈ നിർണായക സമയത്ത് ഭീകരതയ്ക്കെതിരെ ഇന്ത്യ ഒറ്റക്കെട്ടെന്ന് കാട്ടിക്കൊടുക്കണമെന്നും അതിനായി പ്രത്യേക സമ്മേളനം എത്രയും പെട്ടെന്ന് വിളിക്കണമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. പാകിസ്ഥാൻ തെമ്മാടി രാജ്യമെന്ന് ഇന്ത്യ. ഭീകരവാദികളെ സഹായിച്ചു എന്ന പാകിസ്ഥാന്റെ കുറ്റസമ്മതത്തിൽ അതിശയമില്ലെന്നും ഇന്ത്യ UNൽ പറഞ്ഞു. അതേസമയം പാകിസ്ഥാന്റെ പ്രസ്താവനകൾ ഭയത്തിന്റെ സൂചനയെന്ന് കേന്ദ്രം വ്യക്തമാക്കി. ഇന്ത്യയുടെ യുദ്ധപദ്ധതി ചോർന്നെന്ന പാക് ആരോപണവും ഇന്ത്യ തള്ളി. ആണവ ഭീഷണി മുഴക്കിയാലൊന്നും പാകിസ്ഥാന് തിരിച്ചടി ഒഴിവാക്കാനാവില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. പാകിസ്ഥാൻ വിമാനങ്ങൾക്കും കപ്പലുകൾക്കും അനുമതി നിഷേധിക്കാൻ ഇന്ത്യ ആലോചിക്കുന്നു. പാക് വിമാനങ്ങൾക്ക് ഇന്ത്യ വഴി പറക്കാനുള്ള അനുമതി നിഷേധിക്കും. ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ അനുമതി തടഞ്ഞിരുന്നു. ഇന്ത്യൻ തുറമുഖങ്ങളിൽ പാക് കപ്പലുകൾ അടുക്കുന്നതും തടഞ്ഞേക്കും. പ്രാദേശിക പാർട്ടികൾ കേന്ദ്രത്തെ എതിർപ്പ് അറിയിച്ചതിനെ തുടർന്ന് ജമ്മു കാശ്മീരിൽ ഭീകരരുടെ വീടുകൾ തകർക്കുന്ന നടപടി സൈന്യം നിർത്തിവെച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളികളായ ഭീകരരുടെ വീടുകളടക്കമാണ് ഇതുവരെ തകർത്തത്. പ്രാദേശിക വികാരം എതിരാകുന്നുവെന്നും വീടുകൾ തകർക്കുമ്പോൾ സമീപമുള്ള വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നുവെന്നും പാർട്ടികൾ കേന്ദ്രത്തെ അറിയിച്ചു. SSLC ഫലം മെയ് 9 പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. സംസ്ഥാനത്തൊട്ടാകെ 72 കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി 2025 ഏപ്രിൽ 3 മുതൽ 26 വരെ 2 ഘട്ടങ്ങളിലായി മൂല്യനിർണ്ണയം കഴിഞ്ഞ് മാർക്ക് എൻട്രികൾ നടപടികൾ പൂർത്തീകരിച്ചു. മെയ് 9 ഫലം പ്രഖ്യാപിക്കുന്നതിന് ആവശ്യമായ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും മന്ത്രി അറിയിച്ചു. വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിംഗ് ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയതിനെ ചൊല്ലി വിവാദം. കമ്മീഷനിംഗ് സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമാണെന്നും 4ാം വാർഷിക ആഘോഷ പരിപാടികൾ പ്രതിപക്ഷം ബഹിഷ്കരിച്ചതുകൊണ്ടാണ് ക്ഷണിക്കാത്തതെന്നുമാണ് തുറമുഖ മന്ത്രിയുടെ വാദം. എന്നാൽ പ്രധാനമന്ത്രി വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ വാർഷിക ആഘോഷത്തിനാണോ എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ചോദ്യം.
ക്രിക്കറ്റ് മത്സരത്തിനിടെ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം മുഴക്കിയെന്ന് ആരോപിച്ച് കർണാടകയിലെ മംഗളൂരുവിനടുത്ത് കുടുപ്പു കല്ലുട്ടിയിൽ ആൾക്കൂട്ടം മലയാളി യുവാവിനെ തല്ലിക്കൊന്നു. വയനാട് പുൽപ്പള്ളി സന്ദീപനിക്കുന്നിലെ മുച്ചിക്കാടൻ കുഞ്ഞായിയുടെ മകൻ അഷ്റഫ് 36 ആണ് കൊല്ലപ്പെട്ടത്. അഷ്റഫ് മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണെന്നും ഇയാൾക്ക് നാടുമായും ബന്ധുക്കളുമായും കാര്യമായി ബന്ധമില്ലെന്നുമാണ് കുടുംബം പറയുന്നത്. സംഭവത്തിൽ 15 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പുലിപ്പല്ല് മാലയുടെ ഉറവിടമന്വേഷിക്കാൻ റാപ്പർ വേടനെ വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ട് കോടതി. ശ്രീലങ്കൻ വംശജനായ വിദേശ പൗരനിൽ നിന്ന് സമ്മാനമായി കിട്ടിയ പുലിപ്പല്ലായിരുന്നുവെന്ന് അറിയില്ലെന്നാണ് റാപ്പർ വേടൻ വനംവകുപ്പിനോടും കോടതിയോടും പറഞ്ഞു. മൃഗവേട്ടയടക്കം ജാമ്യമില്ലാ കുറ്റങ്ങളാണ് വേടനെതിരെ വനംവകുപ്പ് ചുമത്തിയിരിക്കുന്നത്. വേടൻ എന്ന ഹിരൺ ദാസ് മുരളി വെള്ളിയിൽ ലോക്കറ്റ് പണിയാൻ കൊണ്ടുവന്നത് പുലിപ്പല്ലാണെന്ന് അറിയില്ലായിരുന്നുവെന്ന് ജ്വല്ലറി ഉടമ. വിയ്യൂർ സരസ ജ്വല്ലറിയിലാണ് ലോക്കറ്റ് നിർമ്മിച്ചത്. പുലിപ്പല്ലിയിലാണ് വെള്ളിക്കെട്ടി നൽകിയതെന്ന് അറിയില്ലെന്ന് സരസ ജ്വല്ലറി ഉടമ സന്തോഷ് പറഞ്ഞു. പുലിപ്പല്ലിൽ വെള്ളി പൊതിയാൻ കൊണ്ടുവന്നത് വേടനല്ലെന്നും 8 മാസങ്ങൾക്ക് മുമ്പാണ് ലോക്കറ്റ് നിർമ്മിച്ച് നൽകിയതെന്നും സന്തോഷ് കുമാർ പറഞ്ഞു. അറസ്റ്റിലായ റാപ്പ് ഗായകൻ വേടന് പിന്തുണയുമായി മലങ്കര യാക്കോബായ സുറിയാനി സഭ നിരണം ഭദ്രാസനം മുൻ മെത്രോപൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ കുർലിയോസും ഗായകൻ ഷഹബാസ് അമനും. വെളുത്ത ദൈവങ്ങൾക്കെതിരെയുള്ള വേടന്റെ കലാവിപ്ലവം തുടരട്ടെയെന്നാണ് ഗീവർഗീസ് മാർ കുർലിയോസ് ഫേസ്ബുക്കിൽ കുറിച്ചത്. വേടൻ ഇവിടെ വേണമെന്നും ഇന്ന് വിശദമായി എഴുതാമെന്നും വ്യത്യസ്തമായ ഒരു കാര്യം പറയാനുണ്ടെന്നുമാണ് ഷഹബാസ് അമൻ കുറിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പുലിപ്പല്ല് മാല ഉപയോഗിക്കുന്നുണ്ടെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി. പുലിപ്പല്ല് മാല ഉപയോഗിച്ച കേസിൽ വേടൻ എന്ന ഹിരൺദാസ് മുരളി നടപടി നേരിടുന്ന സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിക്കെതിരെ ഇത്തരത്തിൽ ഒരു പരാതി വന്നിരിക്കുന്നത്. പുലിപ്പല്ല് മാല എങ്ങനെ ലഭിച്ചെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കണം എന്നാണ് പരാതിക്കാരൻ്റെ ആവശ്യം. INTUC യുവജന വിഭാഗം ജനറൽ സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് മുൻ ദേശീയ വക്താവുമായ മുഹമ്മദ് ആഷിമാണ് പരാതി നൽകിയത്. വിഴിഞ്ഞം സ്വപ്ന പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്താൻ ശ്രമിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നാണം കെട്ടെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ പറഞ്ഞു. പ്രതിപക്ഷം തുറന്നുകാട്ടിയതോടെ സർക്കാരും BJPയും ചേർന്ന് പിണറായി സർക്കാരിന്റെ വാർഷികം ആഘോഷിക്കുവാൻ നടത്തിയ നീക്കം പൊളിഞ്ഞെന്നും പദ്ധതിയുടെ ശില്പി എന്ന നിലയിൽ വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനെതിരെ വിമർശനവുമായി മുൻ മന്ത്രി ആന്റണി രാജു. KSRTCയുടെ വായ്പാ ബാധ്യത വർദ്ധിപ്പിച്ചാണ് ശമ്പളം ഒന്നിച്ചു കൊടുക്കാൻ സാധിച്ചതെന്നും 50 കോടി ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നത് 100 കോടിയാക്കി മാറ്റിയെന്നും മുൻ ഗതാഗത മന്ത്രി ആരോപിച്ചു. ഇപ്പോൾ വരുമാനം ലഭിക്കുന്ന പദ്ധതികളെല്ലാം താൻ തുടങ്ങിവെച്ചതാണെന്നും KSRTCയെ നിലനിർത്തുന്നത് ആ വരുമാനമാണെന്നും ആന്റണി രാജു അവകാശപ്പെട്ടു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.